Hi friends, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും രസം ഇഷ്ടമാണ്. പക്ഷേ നിങ്ങൾ നെല്ലിക്ക കൊണ്ടുണ്ടാക്കിയ രസം കഴിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നെല്ലിക്ക രസം തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ കുക്ക് ഹോൾസം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. So keep watching. Hope you like it. നെല്ലിക്ക രസം തയ്യാറാക്കാൻ ഞാനിവിടെ 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനൊരു ജാറിലോട്ട് മാറ്റുക. ഇനി ഇതിലോട്ടൊരു ചെറിയ പീസ് ഇഞ്ചി 4 കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 2 പച്ചമുളക് ചെറുതായിട്ടല്ല ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 ഗ്ലാസ് പോലും ഇല്ല വെള്ളം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മൺചട്ടിയിലാണ് രസം തയ്യാറാക്കാൻ പോകുന്നത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഫ്ലെയിം ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ആയിട്ട് വെച്ചാൽ മതി. ഹൈ ആയിട്ട് വെക്കേണ്ട, കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചതച്ചതോ പൊടിയോ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലോട്ട് കായപ്പൊടി ഒരു 2 നുള്ളു, കുറച്ച് മതി, കുറച്ച് കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോയിട്ട് നല്ലൊരു മണം വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഡയറ്റ്, ന്യൂട്രീഷൻ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ഇഷ്ടമാണെങ്കിൽ ഹോൾസം ടോക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇൻഫോ കാർഡിലും കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട ഒരു നല്ല മണം വരുന്നുണ്ട്. ഒരു 1-2 മിനിറ്റ് മതിയാവും. കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഫ്ലെയിമും കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലോട്ടൊരു മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വെന്ത് ഉടഞ്ഞു വരണം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നെല്ലിക്കയും ഇഞ്ചിയും മുളകും കൂടെ അരച്ച് വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല. എന്നാൽ ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുകയാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പ് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. രസപ്പൊടിയൊന്നും ചേർക്കാത്ത തന്നെ നാടൻ രസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലൂടെ ആഡ് ചെയ്യേണ്ടത് മല്ലിയിലയാണ്. ഞാൻ കുറച്ച് മല്ലിയില ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അളവ് മാറിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് മല്ലിയില ഏകദേശം ഇത്ര എടുത്തിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടി ഇത് ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെല്ലിക്ക രസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ സാധാ രസത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ നെല്ലിക്കയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെയും മെയിലിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഹെൽത്തി റെസിപ്പിനായി കുക്ക് ഹോൾസും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ.